നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക തിന്മയാണ് മദ്യവും മയക്കുമരുന്നും. ഓരോ വർഷം കഴിയുന്തോറും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും രാസലഹരിയുടെയും ഒക്കെ ഉപയോഗവും ഉപഭോഗവും ഒക്കെ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. പണ്ട് കാലങ്ങളിലൊക്കെ പുരുഷന്മാരും പ്രായമായവരുമൊക്കെയാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് സ്ത്രീകളും കുട്ടികളും വരെ ഈ പറയപ്പെടുന്നതായ ലഹരികൾക്ക് അഡിക്റ്റാകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പണ്ടൊക്കെ അല്പം മദ്യം സേവിക്കണമെങ്കിൽ തലയിൽ തുണിയിട്ടോ അല്ലെങ്കിൽ ഹെൽമറ്റ് വെച്ചോ ഒക്കെയാണ് പലപ്പോഴും ബിവറേജുകളിലൊക്കെ പോകുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അപ്പനും മകനും ഒരുമിച്ച് ഒരേ കൗണ്ടറിൽ നിന്ന് മദ്യം വാങ്ങി സേവിക്കുന്നതായ അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥകൾ. ആഘോഷമായാലും ആഘോഷമല്ലെങ്കിലും മദ്യം അനുബന്ധ ലഹരികൾ വേണം എന്നുള്ള ഒരു സാഹചര്യമാണ്. അനേക വീടുകളിൽ ഇന്ന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. അല്പസമാധാനത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നതെങ്കിലും ഇത് നിമിത്തം അനേകരുടെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ നഷ്ടപ്പെടുകയാണ്. മദ്യവും മയക്കുമരുന്ന് നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സദാചാരത്തെയും നശിപ്പിക്കുമെന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറയുവാനിടയായി തീർന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ച് 1000-ഓ 1250 രൂപയോ ശമ്പളം ലഭിച്ചാൽ അതിന്റെ ഭൂരിഭാഗവും അത് മദ്യത്തിനും ലഹരിക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ്. പല സഹോദരിമാരും പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങളോട് പറയാറുണ്ട്, എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ, മോന് വേണ്ടി പ്രാർത്ഥിക്കണമേ. അവന്റെ ഈ നശിച്ച മദ്യപാന നിമിത്തം കടം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല. പലപ്പോഴും ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിലും മക്കളെ ഓർക്കുമ്പോൾ, കുടുംബത്തെ ഓർക്കുമ്പോൾ അതിനും കഴിയുന്നില്ല എന്ന് പറയുന്ന ഒത്തിരി സഹോദരിമാരും അമ്മമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സദാചാര ബോധത്തെയും നശിപ്പിക്കും. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ദുർഭൂതമേ, നിനക്ക് മറ്റൊരു പേരുമില്ല എങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിച്ചോട്ടെ എന്ന് വില്യം ഷേക്സ്പിയർ പറഞ്ഞത് ഓർത്തുപോകുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇന്ന് നമ്മുടെ നാടും നഗരവും ഒക്കെ, പ്രത്യേകിച്ച് നമ്മുടെ നാളെയുടെ വാഗ്ദാനങ്ങളായ, നാളെയുടെ പ്രതീക്ഷകളായ നമ്മുടെ യൗവനക്കാരികളൊക്കെ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ മദ്യ മയക്കുമരുന്ന് രാസലഹരികൾക്ക് അഡിക്റ്റായിത്തീരുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിലേക്ക് നാം ശ്രദ്ധ തിരിക്കുമ്പോൾ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: വീഞ്ഞ് അത് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും അത് രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. അത് സർപ്പത്തെ പോലെ കടിക്കും, അണലിയെ പോലെ കൊത്തുവാൻ ഇടയായിത്തീരും. സർപ്പത്തെ പോലെ കടിക്കുവാനും അണലിയെ പോലെ കൊത്തുവാൻ കഴിയുന്നതായ ഈ ദുശീലങ്ങളിൽ നിന്ന്, ഈ അവസ്ഥകളിൽ നിന്നൊരു വിടുതൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോടാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. ഇതൊരു മത പ്രസംഗമല്ല, ഇത് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്ന സന്ദേശമാണ്. ഇവിടെ നിൽക്കുന്ന ഞങ്ങളിൽ പലരും ഒരു കാലത്ത് ഈ പറയപ്പെടുന്നതായ മദ്യ മയക്കുമരുന്ന് അനുബന്ധ ദുശീലങ്ങൾക്ക് അഡിക്റ്റായിത്തീർന്ന വ്യക്തികളാണ്. ഞങ്ങൾ നിമിത്തം ഞങ്ങളുടെ വീട്ടുകാർക്ക്, കുടുംബങ്ങളിൽ സമാധാനമോ സന്തോഷമോ ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് രൂപാന്തരം എങ്ങനെ വന്നു എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഈ ദേശത്തോട് പറയാനുള്ളത്. ഞങ്ങളുടെ വിലപ്പെട്ട പല കാര്യങ്ങളും മാറ്റിവെച്ച് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ഇതൊക്കെ നടത്തുന്നതിന്റെ പിന്നിൽ ഒരേ ഒരു സതുദ്ദേശം മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ആർക്കുടെയെങ്കിലും ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകട്ടെ, ഒരു സമാധാനം ഉണ്ടാകട്ടെ.
നമ്മുടെ സമൂഹത്തിൽ ധാരാളം പള്ളികളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, മോസ്കുകളുണ്ട്. ധാരാളം പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊന്നും യാതൊരു കുറവുകളുമില്ല. പള്ളികളിൽ ആരാധന നടത്താൻ അച്ഛന്മാരുണ്ട്, മോസ്കുകളിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഉസ്താദുമാരുണ്ട്, ക്ഷേത്രങ്ങളിൽ പൂജാരിമാരുണ്ട്. പക്ഷേ അവരാരും ഇങ്ങനെയുള്ള കവലകളിൽ നിന്നുകൊണ്ട് ഇതൊന്നും വിളിച്ചു പറയാറില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾക്ക് ലഭിച്ചതായ സന്തോഷവും സമാധാനവും, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതായ വിടുതലും എങ്ങനെ ലഭിച്ചു എന്നുള്ളത് ഞങ്ങളുടെ ദേശനിവാസികളോട് പറയുക എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പറയപ്പെട്ടതായ ദുശീലങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതായ ശക്തി ഏതെന്ന് ചോദിച്ചാൽ ആ ശക്തിയാണ് പാപത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. പാപമാണ് മനുഷ്യനെ ഇത്തരത്തിലുള്ളതായ പ്രവൃത്തികളും പ്രവണതകളും ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ആത്യന്തിക ഘടകം, ആത്യന്തിക ശക്തി എന്ന് പറയുന്നത് പാപത്തിന്റെ ശക്തിയാണ്. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് 21 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ സ്വന്തം കൂടപ്പിറപ്പിനെയും താൻ സ്നേഹിച്ച പെൺകുട്ടിയെയും തന്റെ മുത്തശ്ശിയെയും തന്റെ വലിയമ്മയെയും ആ കുടുംബത്തെയും ഒക്കെ അതേ വെറുമൊരു ചുറ്റികയുടെ സഹായത്താൽ അടിച്ചു തകർത്ത് കൊലപാതകം ചെയ്തതായ വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ്. മദ്യത്തെയും മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പറയുമെങ്കിലും ആത്യന്തികമായി അവനെ ഇത് ചെയ്യുവാൻ പ്രേരിപ്പിച്ച ആത്യന്തിക ശക്തി എന്ന് പറയുന്നത് അത് പാപത്തിന്റെ ശക്തിയാണ്. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ, എല്ലാവരും പാപികളത്രേ. പാപത്തിന്റെ പ്രേരക ശക്തിയാണ് മനുഷ്യനെ ഇത്തരത്തിലുള്ളതായ പ്രവൃത്തികൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ശക്തി എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ചൊന്നും ആരും പ്രസംഗിക്കാറില്ല, ഇതിനെ കുറിച്ചൊന്നും ആരും പറയാറില്ല. പലപ്പോഴും മദ്യത്തെയും മയക്കുമരുന്നിനെയൊക്കെയാണ് നമ്മൾ അപകടകരമായ കാര്യങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും മനുഷ്യനെ ഇത്തരത്തിലുള്ളതായ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ആത്യന്തിക ശക്തി എന്ന് പറയുന്നത് പാപത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് പണ്ട് വർഷങ്ങളിൽ ജീവിച്ചിരുന്ന മുനിവര്യന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ചു: അസത്തോമാ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ ആര് സത്യത്തിലേക്ക് നയിക്കും? അതേ മൃത്യോമാ അമൃതംഗമയ, മരണത്തിൽ നിന്ന് ഞങ്ങളെ ആര് ജീവനിലേക്ക് നയിക്കും? തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ ആര് വെളിച്ചത്തിലേക്ക് നയിക്കും? ഈ ചോദ്യത്തിന് ഉലകത്തിൽ ഉത്തരം പറഞ്ഞ ഒരേ ഒരു ഉന്നതൻ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവാണ്. ആ യേശു കർത്താവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിനെ മാത്രമേ മാനവ കുലത്തെ പാപത്തിൽ നിന്നും പാപത്തിന്റെ അനന്തരമായ ഫലങ്ങളിൽ നിന്നും മനുഷ്യനെ വിടുവിച്ച് സുബോധത്തിലേക്ക് നടത്തുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമേ ഉലകത്തിലുള്ളൂ. അതാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം. യേശു ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? പാപത്തെ നീക്കുവാൻ, പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കുവാനോ കുറച്ച് അണികളെ ഉണ്ടാക്കുവാനോ വേണ്ടിയല്ല, മറിച്ച് പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ, പാപത്തെ നീക്കുവാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ചിലരൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്: യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലയോ? ബൈബിൾ ക്രിസ്ത്യാനികളുടെ പുസ്തകമല്ലോ? അല്ലവേ അല്ല. യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ഏവരുടെയും ദൈവമാണ് യേശു ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും പുസ്തകമാണ്. അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള പുസ്തകമല്ല. ക്രിസ്ത്യാനിയെ രക്ഷിക്കുവാനോ വീണ്ടെടുക്കുവാനോ മാത്രമല്ല യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ബൈബിൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള പുസ്തകമല്ല, മറിച്ച് അത് മനുഷ്യന്റെ രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും പുസ്തകമാണ്. ഇനി യേശു ക്രിസ്തുവിലൂടെ എങ്ങനെ രക്ഷ പ്രാപിക്കാൻ കഴിയും? യേശു ക്രിസ്തു എങ്ങനെയാണ് മനുഷ്യനെ രക്ഷ നൽകിയതെന്ന് ചോദിച്ചാൽ, അതേ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന് മാത്രമേ മനുഷ്യന്റെ പാപങ്ങളെ
പോകെ അവനെ ശുദ്ധീകരിക്കുവാൻ കഴിയത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹിക്കാത്ത തിന്മ നമ്മെ കൊണ്ട് ചെയ്യിക്കുന്ന പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, ദുശീലങ്ങളിൽ നിന്ന്, പാപസംബന്ധമായ സകല പ്രവൃത്തികളിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ ഉപയുക്തമായ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ രക്തമാണ്. അതേ, ആ യേശുവിനെ ഹൃദയം കൊണ്ട് എങ്ങനെ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കാമെന്ന് ചോദിച്ചാൽ, യേശു കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റു പറയുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. തന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിപ്പാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും വിഷയമല്ല. നിങ്ങളുടെ പേര് മാറ്റണ്ട, നിങ്ങളുടെ ജാതി മാറ്റണ്ട, നിങ്ങളുടെ ID മാറ്റണ്ട, ആധാരം മാറ്റണ്ട, ഒന്നും മാറ്റണ്ട. മറിച്ച് നിങ്ങളുടെ ഹൃദയമായ യേശുവിന് കൊടുക്കാൻ തയ്യാറായാൽ, യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, പാപത്തിന്റെ അനന്തരഫലമായ പല പ്രവൃത്തികളിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, ഞാൻ മുഖാന്തരമായി എന്റെ കുടുംബത്തിനകത്ത് വല്ലാത്ത അസ്വസ്ഥതയാണ്. പല ഡീഅഡിക്ഷൻ സെന്ററുകളിൽ പോയി കൗൺസിലിംഗ് ലഭിച്ചു, പല ഡോക്ടർമാരെ മാറി മാറി കണ്ടു. പക്ഷേ അതേ കുറച്ച് ദിവസങ്ങൾക്ക് ഒരുപക്ഷെ മാറ്റം കിട്ടിയേക്കാം. പക്ഷേ അതേ ശരിക്കുള്ള രൂപാന്തരം മാറ്റം തരുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം യേശു ക്രിസ്തുവാണ്. ആ യേശുവിന്റെ രക്തം അതേ സകല പാപങ്ങളെയും ഒക്കെ നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ ദൈവം ഒരുക്കിയ ഒരേ ഒരു മാർഗം, അതാണ് യേശു ക്രിസ്തു എന്ന മാർഗം. യേശു ക്രിസ്തു മരിച്ച ദൈവമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ പ്രിയമുള്ളവർ, യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ മരണത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. ലോകത്തിൽ അനേക മഹാന്മാർ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. അവരുടെ എല്ലാ കല്ലറകൾ അതതിടങ്ങളിൽ അടയപ്പെട്ട് കിടക്കുമ്പോൾ ഫലസ്തീനായിൽ ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട്. ആ കല്ലറ ഉലകത്തോട് സത്യം വിളിച്ചു പറയുന്നു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു പോയിരിക്കുന്നു. പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു പോകുവാനിടയായി തീർന്നു. യേശു കർത്താവ് എങ്ങോട്ടാണ് ഉയർത്തെഴുന്നേറ്റത്? പാതാളത്തിലോട്ടാണോ എന്ന് ചോദിക്കുന്നവരുടെ അല്ലവേ അല്ല. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയത് സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോകുവാനിടയായി തീർന്നു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അവൻ പോയതുപോലെ വീണ്ടും വരും. അവൻ സ്വർഗത്തിലേക്ക് പോയതുപോലെ യേശു കർത്താവ് വീണ്ടും വരും. അതേ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു കർത്താവ് വീണ്ടും വരും. യേശു കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ കാണുന്ന സംഭവങ്ങളെല്ലാം പറയുന്നു, യേശു കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങിവരവ് ഏറ്റവും ആഗതമായിരിക്കുന്നു. ആകാശം കൊടുമുഴക്കത്തോടുകൂടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയടിയും, ഭൂമിയും അതിലെ സകല പണികളും എന്തു പോകുമെന്നുള്ളത് ദൈവത്തിന്റെ വചനമാകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു കർത്താവ് പോയതുപോലെ രണ്ടാമതും മടങ്ങി വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇടങ്ങി വരുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. അപ്പോൾ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. എന്നാൽ ആ കർത്താവ് തന്റെ ജനത്തെ ചേർക്കുവാൻ ഏറ്റവും വേഗം വരുവാൻ പോകുകയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, പാപത്തിൽ നിന്ന് കഴുകൽ പ്രാപിച്ച് ഒരു ദൈവത്തിന്റെ മകനായി മകളായി മാറുവാൻ ആഗ്രഹിച്ചാൽ കർത്താവിന്റെ വരവ് കൊണ്ട് താങ്കൾക്ക് ഗുണമുണ്ടാകുവാൻ ഇടയായി തീരും. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെ തീയിലിട്ട് കളയുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു.
മാത്രമല്ല ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയായി തീരുവാൻ ഇടയായി തീരും. ഒരു നിമിഷമായി യേശുവിനായി ഹൃദയം കൊടുക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും വിഷയമല്ല, നിങ്ങൾ ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, മുസ്ലിമാകാം, ആരും ആയിക്കൊള്ളട്ടെ, പക്ഷേ രക്ഷപ്രാപിപ്പാൻ ദൈവം ഒരുക്കിയ ഒരേ ഒരു മാർഗമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ രോഗിയാണോ, മനസ്സ് തകർന്നവനാണോ, നിരാശപ്പെട്ട് കഴിയുന്ന വ്യക്തിയാണോ, എല്ലാ സുഖ സൗകര്യം ഉണ്ടെങ്കിലും ഉറങ്ങുവാൻ കഴിയാതെ ഭാരത്തോടെ നിരാശയോടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതിരിക്കുന്ന വ്യക്തിയാണോ, ഒരു നിമിഷം യേശുവിനായി ഹൃദയം കൊടുക്കാൻ തയ്യാറാണോ? യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം കരുതുന്നത് പോലെയല്ല. ആ ദൈവിക സമാധാനത്താൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും വിടിവിക്കുവാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തെയും അടിച്ചു നിൽക്കണ്ട, അറച്ചു നിൽക്കണ്ട, ആ യേശുവിനായി ഹൃദയത്തെ കൊടുത്തുകൊണ്ട് യേശു താങ്കളോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവനോ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരു നിമിഷമായി യേശുവിന് നമ്മുടെ ഹൃദയത്തെ കൊടുക്കാം. നിങ്ങളുടെ ഭാരം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ കടഭാരത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണ്, രോഗനിമിത്തം ഭാരപ്പെടുന്ന വ്യക്തിയാണോ, ആശുപത്രികൾ മാറി മാറി കയറിയിട്ടും മെഡിസിനുകൾ മാറി മാറി ഉപയോഗിച്ചിട്ടും ഉന്നതന്മാരെ ഡോക്ടർമാരെ മാറി മാറി കണ്ടിട്ടും പൈസ ചെലവാകുന്നതല്ലാതെ ഇന്നും രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ ഒരു മുഴങ്ങാൻ ആത്മവിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കാം. ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ഭാര്യയ്ക്ക് എന്നെ ആവശ്യമില്ല, ഭർത്താവിന് എന്നെ ആവശ്യമില്ല, മക്കൾക്ക് എന്നെ ആവശ്യമില്ല, ആർക്കും എന്നെ ആവശ്യമില്ല. ആത്മഹത്യയുടെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ സകർത്തെ മനസ്സിലാക്കണം. അലേ, ദൈവം തന്നിരിക്കുന്ന ആത്മാവിനെ ഒരിക്കലും ഒരു മുഴങ്ങാൻ അവസാനിപ്പിക്കരുത്. താങ്കളുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം തരാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മതിയായവനത്രേ. പാപത്തെ സ്നേഹിപ്പാൻ